ഓം ശാന്തി. ചില ആളുകൾ ഒരു സ്ഥലത്തേക്ക് കയറി വരുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അറിയാതെ അവരുടെ അടുത്തേക്ക് പോകാറുണ്ട്. ചില ആളുകൾ ഒരു മുറിയിൽ പ്രസൻ്റ് ആണെങ്കിൽ അവരുടെ പ്രസൻസ് കൊണ്ട് തന്നെ ഒരു വൈബ്രേഷൻ, ഒരു എനർജി അവിടെ എല്ലാവരെയും അവരിലേക്ക് കണ്ണുകൾ ആകർഷിക്കാറുണ്ട്. അവർക്കൊപ്പം സംസാരിക്കാൻ, അവരെ കൂടെ ഇരിക്കാൻ, അവർക്കൊപ്പം എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ, പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിക്കൊണ്ട്, അവർക്കൊപ്പം ഏതെങ്കിലും ഒരു പരിപാടി ചെയ്യാൻ ഒക്കെ ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ്? ചില ആളുകൾ കയറി വരുമ്പോൾ ഒരാൾ കയറി വരുന്നെന്ന് കാണുമ്പോൾ ഒന്ന് നോക്കിയാലും അടുത്ത നിമിഷം കണ്ണ് തിരിക്കുന്നതും കാണാം. ചില ആളുകൾ കയറി വരുന്ന സമയത്ത് കണ്ണുകൾ അവരെ ചുറ്റിപ്പറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം. എന്താ അതിൻ്റെ മുഖ്യമായ കാരണം എന്നറിയോ നിങ്ങൾക്ക്? ഒരാളുടെ വൈബ്രേഷൻ, എനർജി, അതൊരാൾ കയറി വരുമ്പോൾ നിങ്ങൾ കാണുന്ന അവരുടെ ഫിസിക്കലായിരിക്കുന്ന രൂപം മാത്രമായിരിക്കാം. അതിനേക്കാൾ ഉപരി അതിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കുന്ന കറണ്ട് ഉണ്ട്, എനർജി ഉണ്ട്. ഞാൻ ഓർക്കാറുണ്ട്, നമ്മുടെ APJ അബ്ദുൽ കലാം ഫിസിക്കലി അത്ര അട്രാക്റ്റീവായിരിക്കുന്ന പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സ് പോലും നമ്മുടെ കണ്ണുകളെ ആകർഷിക്കാറുണ്ട്. ആ വൈബ്രേഷൻ ഒരു വീഡിയോ കാണുമ്പോൾ പോലും നമ്മുടെ ഉള്ളിലേക്ക് എനർജി ആയിട്ട് ഒഴുകി വരാറുണ്ട്. എന്താണ് രണ്ടും തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസം? ഒരാളുടെ ഓറ എത്ര പവർഫുള്ളാണോ, എത്ര എനർജറ്റിക് ആണോ, അവരുടെ ശാരീരികമായിരിക്കുന്ന യാതൊരു ആകർഷണം ഇല്ലെങ്കിൽ പോലും ആ ഓറയുടെ ആകർഷണം, ആ ഊർജം എല്ലാവരെയും അതിലേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യും, വലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ധനത്തിനും ഒരു നിയമമുണ്ട്. അത് ആദ്യം നമ്മുടെ മനസ്സിൽ, പിന്നെ നമ്മുടെ ഓറയിൽ, പിന്നെ നമ്മുടെ റിയാലിറ്റിയിൽ, യഥാർത്ഥ ലൈഫിലേക്ക്. ഇങ്ങനെയാണ് ധനത്തിൻ്റെ പ്രവാഹം ഉണ്ടാവുക. പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ടെൻഷനൊക്കെ ഒന്ന് മാറാൻ വേണ്ടിക്കൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തീർന്നു കിട്ടിയാൽ സിസ്റ്ററെ എൻ്റെ മനസ്സ് സമാധാനമാവും. എൻ്റെ മനസ്സ് സമാധാനമായാൽ പിന്നെ എല്ലാ കാര്യവും എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന്. എന്നാൽ യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ്. എപ്പോഴാണോ നിങ്ങൾ മനസ്സിൽ എല്ലാ കാര്യവും കൃത്യമായി ചെയ്യാൻ തുടങ്ങുന്നത്, നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിരിക്കുന്ന ഊർജ്ജമണ്ഡലത്തെ പവർഫുള്ളാക്കി മാറ്റുന്നത്, അതിലൂടെയാണ് ധനം നിങ്ങളിലേക്ക് ആകർഷിച്ചു വരിക. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഓറയെ പവർഫുള്ളാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് റേഡിയോ സ്റ്റേഷൻ എങ്ങനെയാണോ ഒരു പരിപാടിയെ വിക്ഷേപണം നടത്തുന്നത്, അതുപോലെയാണ് നമ്മുടെ മനസ്സിൽ നിന്നുള്ള സങ്കല്പങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക്, നമ്മുടെ ചുറ്റുമുള്ളതായിരിക്കുന്ന വായുവിലേക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിലേക്ക്, നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകളിലേക്ക്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക്, എല്ലാത്തിലേക്കും അതിൻ്റെ ഊർജത്തെ പ്രസരണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും, അതെന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന തോട്ട്സ്, ഓട്ടോമാറ്റിക്കായിട്ട് ഒരാൾ നിങ്ങൾ നോക്കിയാൽ കാണാം. ഒരാൾ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരാൾ ഇങ്ങനെ നിൽക്കില്ല. കൈയെല്ലാം കെട്ടി സമാധാനമായിട്ട് തല ഉയർത്തി ഷോൾഡർ ലെവലായിട്ട് നിൽക്കില്ല. ഒരാൾ ടെൻഷൻ അടിക്കണം, സ്വാഭാവികമായിട്ടും തല താഴാൻ തുടങ്ങും, ഷോൾഡർ കുറയാൻ തുടങ്ങും. റെഗുലറായിക്കൊണ്ട് ഡിപ്രഷന്, നിരാശയിൽ, സങ്കടത്തിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ഷോൾഡർ ഉയരാനും അവരുടെ കഴുത്ത് മുന്നോട്ട് കുനിയാനും തുടങ്ങും. അല്ലെങ്കിൽ ചില ആളുകളുടെ ഷോൾഡറും താഴും, കയ്യും താഴും, നട്ടെല്ല് മുന്നോട്ട് വളയാൻ തുടങ്ങും. മീൻസ് എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിനുള്ളതായിട്ടുള്ള സങ്കല്പങ്ങൾ നെഗറ്റീവ് ആകുന്നത്, സ്വാഭാവികമായി കൊണ്ട് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അതനുസരിച്ച് മാറാൻ തുടങ്ങും. നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറാൻ തുടങ്ങും, നമ്മുടെ വൈബ്രേഷൻ അതനുസരിച്ച് എഫക്റ്റ് ആവാൻ തുടങ്ങും, ഇമോഷൻസ് എഫക്റ്റ് ആവാൻ തുടങ്ങും, വൈബ്രേഷൻ നെഗറ്റീവ് ആവാൻ തുടങ്ങും. നമ്മൾ എന്താണോ അരുതെന്ന് ആഗ്രഹിക്കുന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ പറയും, ഒരു പക്ഷേ എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടായിരുന്നെങ്കിൽ, ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിച്ചു നോക്കിയേ, ഒരു പക്ഷേ എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായ്മയുടെ ഫീലിംഗ് ആണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. അത് നിങ്ങളുടെ സങ്കല്പത്തിലൂടെ ഇല്ലായ്മയുടെ എനർജീനെ സ്പ്രെഡ് ചെയ്യുകയും പ്രസരണം ചെയ്യുകയും ആ ഇല്ലായ്മ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് തോട്ട് പാറ്റേൺ മാറ്റണം. എല്ലാ ദിവസവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം, ഐ ആം ദ മണി മാഗ്നറ്റ്, മണി കംസ് ടു മീ ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി. ഞാൻ മണി മാഗ്നറ്റാണ്, എന്നിലേക്ക് ധനം വളരെ സഹജമായിക്കൊണ്ട് എളുപ്പത്തിൽ ഒഴുകി വരുന്നുവെന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യുക. 7 ദിവസത്തേക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ശേഷം 7 തവണ പറയുക, ഐ ആം ദ മണി മാഗ്നറ്റ്, മണി കംസ് ടു മീ ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി. ഞാൻ ധനത്തിൻ്റെ ഒരു കാന്തമാണ്, ധനം എന്നിലേക്ക് സരളമായി എളുപ്പത്തിൽ ഒഴുകി വന്നുകൊണ്ടേയിരിക്കുന്നു.
ഇത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റുടനെ 7 തവണ പറയുക. അത് കഴിഞ്ഞ ശേഷം പകലുള്ള സമയത്ത് എപ്പോഴൊക്കെ സാധിക്കും അപ്പോഴൊക്കെ ഇതൊരു മനസ്സിലൊരു മന്ത്രം പോലെ പറയുക. ഞാൻ മണി മാഗ്നറ്റാണ്, ധനം എന്നിലേക്ക് സരളമായി എളുപ്പത്തിൽ ഒഴുകി വരുന്നു. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ക്ലീൻ യുവർ മെൻ്റൽ എൻവയൺമെൻറ്റ്. നമ്മുടെ മനസ്സിനെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയേ പറ്റൂ. അതിനു മുന്നേ അഴുക്കാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ ദിവസവും രാത്രി ഉറങ്ങും മുന്നേ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും രാവിലെ ഉണർന്ന സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്, ഈ 2 ടെക്നിക്കും നമ്മുടെ മനസ്സിനെ പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധാവും പോലെ രാത്രിയിൽ ശുദ്ധമായിട്ട് ഉറങ്ങാൻ പോകും പോലെ നമ്മുടെ ആന്തരികമായിരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ മുഖ്യ പ്രഭാവം എന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് മനസ്സിനെ ക്ലീൻ ചെയ്യാൻ, ബുദ്ധിയെ ക്ലീൻ ചെയ്യാൻ, രാത്രി ഉറങ്ങും മുന്നേ രണ്ടും ശുദ്ധീകരിച്ചുകൊണ്ട് ക്ലീനായിട്ട് ഉറങ്ങാൻ വേണ്ടി 2 സമയത്തെ മെഡിറ്റേഷൻ അത്യാവശ്യമാണ്. ഡെയിലി ലൈഫിൽ നോക്കിയാൽ ഒന്നുകിൽ ന്യൂസ് ചാനൽ കാണുകയാണെങ്കിൽ അതിൽ ക്രൈമുകളുടെ ലിസ്റ്റായിരിക്കും. അവിടെ ആ കുറ്റം സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ അവർ ചെയ്തു, ഇത് മാത്രമേ കാണാനുണ്ടായിരിക്കുള്ളൂ. അതല്ല വേറെ ഏതെങ്കിലും എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന സീരിയൽ, സിനിമ പോലുള്ള സാധനങ്ങളാണെങ്കിൽ കമ്പാരിസണും ക്രിറ്റിസിസവും അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യാനും കുത്തിപ്പറയാനും കുടിപ്പക കൊടുക്കാനുള്ളതായിട്ടുള്ള സമയം ഉണ്ടായിരിക്കുള്ളൂ. കൂട്ടുകാരൊന്നിച്ച് വർത്താനം പറയാൻ പോയാൽ അവരുടെ കുറ്റം ഇവരുടെ കുറ്റം ഇതേ ഉണ്ടായിരിക്കുള്ളൂ. അവനവൻ ഒറ്റയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞ് സംസാരിക്കാനിരിക്കുമ്പോൾ എന്നെക്കൊണ്ട് അങ്ങനെ പറ്റിയിട്ടില്ല, എന്നെക്കൊണ്ട് ഇങ്ങനെ പറ്റിയിട്ടില്ല എന്നതായിരിക്കുന്ന ലിസ്റ്റേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മുടെ എല്ലാ സമയത്തും സാധാരണ ഡോക്ടർമാർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഇന്ന സാധനം കഴിക്കരുത് എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടി, മെൻ്റൽ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട്, അഥവാ മനസ്സിൻ്റെ വായുമണ്ഡലത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു മാസ കാലഘട്ടം ന്യൂസിൽ നിന്ന്, ഇത്തരം പരിപാടികളിൽ നിന്ന് വേസ്റ്റായിരിക്കുന്ന വർത്തമാനം പറയുന്നത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഓൾവേസ് പോസിറ്റീവായി മാത്രം ചെയ്യാമെന്നൊരു 30 ദിവസം നിങ്ങളൊന്ന് പ്രതിജ്ഞ ചെയ്ത് നോക്ക്. നിങ്ങളുടെ അടുത്തേക്ക് തന്നെത്താൻ എനർജി ഒഴുകി വരുന്നത് കാണാം, ധനം നിങ്ങളിലേക്ക് ഒഴുകി വരുന്നത് കാണാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ധനം എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ആയിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് ലോ ഫ്രീക്വൻസി ആണെങ്കിൽ 2 ഫ്രീക്വൻസിയും സിമിലർ ആവുന്ന സമയത്ത് അത് രണ്ടും യൂണിയൻ ആവുന്നു, ഒത്തുചേരുന്നു, ധനം നമ്മളിലേക്ക് എത്തിച്ചേരുന്നു. ഈ ഫ്രീക്വൻസി കറക്റ്റ് ആവാത്തിടത്തോളം സമയം എന്തെല്ലാം ശ്രമിക്കുമ്പോഴും നമ്മൾക്ക് എത്തിച്ചേരില്ല. അതുകൊണ്ട് തന്നെ നല്ല ബുക്സ് വായിക്കുക, നല്ല വീഡിയോസ് കാണുക, നല്ല ക്ലാസ്സുകൾ കേൾക്കുക, നല്ല ആളുകളുടെ സത്സംഗങ്ങളിൽ ഒത്തുചേരുക. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചേരുന്ന രീതിയിൽ, നിങ്ങൾക്കാവുന്ന രീതിയിലുള്ളതായിരിക്കുന്ന ഒരു മെത്തേഡ് സ്വന്തമാക്കുകയും അതിലൂടെ നമ്മളെ തന്നെ പവർഫുള്ളാക്കിക്കൊണ്ട് മനസ്സിൻ്റെ ശുദ്ധീകരണം നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. 4മത്തെ കാര്യം നമ്മൾ ധനത്തിന്, മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ധനത്തിനെ എംബോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ധനം വന്ന ശേഷം ധനികനായിട്ട് ജീവിക്കല്ല, എൻ്റെ മനസ്സിൽ ഞാൻ ധനികനായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ധനം നമ്മളിലേക്ക് ഒഴുകി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിനേക്കാൾ കുറച്ച് സമയം മുന്നേ, എല്ലാ ദിവസവും രാത്രി ഉറങ്ങും മുന്നേ ഒരു 10 മിനിറ്റ്സ് ഇരുന്നു കൊണ്ട്, നിങ്ങളൊരു സ്വന്തം വീടും കാറും ഒക്കെയാണ് ആഗ്രഹിക്കുന്നവരെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ആ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക. ആ ബെഡ്റൂമിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള എയർ ഫ്രഷ്നറോ അല്ലെങ്കിൽ അതിൻ്റെ സുഗന്ധദ്രവ്യങ്ങളോ, ചന്ദനത്തിരിയുടെ മണമാണെങ്കിൽ അത്, ചന്ദനത്തിൻ്റെ സുഗന്ധമാണെങ്കിൽ അത്, നീറ്റ് ആൻഡ് ക്ലീൻ ആയ ബെഡ്, അവിടുത്തെ കണ്ണടി, അവിടുത്തെ ജനൽ, അതിൻ്റെ കർട്ടൻ, എല്ലാ സാധനങ്ങളെയും നോക്കിക്കാണുക. നിങ്ങളുടെ കിച്ചണിൽ നിന്ന് ആഹാരം ഉണ്ടാക്കുന്നതിൻ്റെ സുഗന്ധം ഫീൽ ചെയ്യുക. നിങ്ങളുടെ പൂജാമുറിയിൽ നിന്ന് അഥവാ മെഡിറ്റേഷൻ റൂമിൽ നിന്ന് വരുന്നതായിരിക്കുന്ന സൂത്തിങ് മ്യൂസിക്കിനെ ഫീൽ ചെയ്യുക. ഇങ്ങനെ ആ വീടിൻ്റെ ഓരോ ഭാഗത്തെയും നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് ആ ഓരോ സ്ഥലത്തിനും ആനന്ദിച്ച് ആസ്വദിച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ഉറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിൽ ആ ചിത്രങ്ങൾ കാണുകയും നിങ്ങൾക്ക് നിങ്ങളതായി തീർന്നു എന്ന വിചാരത്തിൽ ജീവിക്കാൻ തുടങ്ങാൻ പറ്റുകയും ചെയ്യും. അല്ലാതെ എനിക്കതില്ല, ഇതില്ല, എനിക്കൊന്ന് ഉണ്ടാക്കണം, വീടില്ലാത്തവനാണ് ഞാൻ, എങ്ങനെ ഒരു വീടുണ്ടാവണം, ഇതെൻ്റെ സ്വപ്നമാണ് എന്ന് നിങ്ങൾ എപ്പോഴും വിചാരിക്കുമ്പോൾ ഇല്ല എന്നുള്ളതായിട്ടുള്ള ഈ വാടക വീട്ടിൽ നിന്ന് എന്നാ ഞാൻ സ്വന്തം വീട്ടിലേക്ക് മാറുക എന്ന് ചിന്തിക്കുമ്പോൾ സ്വന്തം വീടുണ്ടാക്കണം എന്ന സ്വപ്നം നിങ്ങളിൽ നിന്ന് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ദിവസവും രാത്രിയിൽ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ ഏകാന്തതയിൽ ചെലവഴിക്കാൻ ശ്രമിക്കണം. ആഫ്റ്റർ മെഡിറ്റേഷൻ മോർണിംഗ് സെഷനിലും അതെ, രാവിലെ ഒരു 5 മുതൽ 10 മിനിറ്റ് സമയം നിങ്ങളുടെ ഡ്രീം ഹോമിൽ ഇരുന്നു കൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം കാറിൽ ഇരുന്നു കൊണ്ട് ഡ്രൈവ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ബെഡ്റൂമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം സ്റ്റഡി റൂമിൽ ആ സ്വപ്നത്തിൽ ഓരോ സ്റ്റെപ്പും ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ സ്വപ്നത്തിൽ അറിയാതെ നമ്മൾ അതുപോലെ ആയിത്തീരും. നിങ്ങൾ നടക്കുന്നത്, നിങ്ങൾ ഇരിക്കുന്നത് ഓട്ടോമാറ്റിക്
കൈനറ്റിക് നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ ഇമോഷൻസിനെ ക്രിയേറ്റ് ചെയ്യും, ഇമോഷൻസ് വൈബ്രേഷനെ ക്രിയേറ്റ് ചെയ്യും, വൈബ്രേഷൻ ഈ പ്രപഞ്ചത്തിലേക്ക് അതിൻ്റെ എനർജീനെ സെൻഡ് ചെയ്യും, അത് വളരെ വേഗത്തിൽ നമ്മളിലേക്ക് വരികയും ചെയ്യും. നാലാമതൊരു കാര്യം ചെയ്യേണ്ടത്, വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കാതെ ഉള്ളതിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദാനം ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ധനത്തെ വളരെ വേഗത്തിൽ ആകർഷിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ പലരും ചോദിക്കുക, എൻ്റെ കയ്യിൽ 5 രൂപ ഉണ്ടായിട്ട് വേണ്ടേ കൊടുക്കാമെന്ന്. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്ന പലരും കൊടുക്കാതിരിക്കുന്നത് ഒരുപാട് അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരു നല്ല ഷോപ്പ് ഉണ്ടായിട്ട് നല്ല ഇൻകം ഉണ്ടായിട്ട് വേണം ഞാൻ ഈ സെൻറ്ററിൻ്റെ റെൻറ്റ് മുഴുവൻ അടയ്ക്കും എന്ന് പറഞ്ഞ ആളുകൾ സെൻറ്റർ അവരുടെ ഷോപ്പ് വലുതായി 2 നിലയായി 3 നിലയായി കഴിഞ്ഞപ്പോൾ സെൻറ്ററിലേക്ക് കാലെടുത്ത് വെക്കാത്ത ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് നല്ല ധനം വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ഞാൻ സിസ്റ്ററിലൂടെ ഒരു സ്പോൺസറിങ് ചെയ്യും എന്ന് പ്രോമിസ് ചെയ്ത ആൾക്കാർ ഇപ്പോൾ അവരുടെ സാമ്പത്തികമായ അവസ്ഥ ഒരുപാട് ഉയർന്നിട്ടാണ്. പക്ഷെ ഒരു കുട്ടീനെ സ്പോൺസർ ചെയ്യാൻ പോയിട്ട് 1 രൂപ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വന്നിട്ട് കൊടുക്കണം എന്ന് വിചാരിക്കരുത്, കൊടുത്തുകൊണ്ടേ ഇരിക്കുമോ നമ്മുടെ സംസ്കാരമാവട്ടെ. ഈവൻ നമ്മളൊരു ഓട്ടോ വിളിച്ച് വന്നിരിക്കുകയാണ്, ആ ഓട്ടോറിക്ഷക്കാരന് ഒരു 3 രൂപ തിരിച്ച് നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ വേണ്ട ബായി അത് വെച്ചേക്കൂ, അല്ലെങ്കിൽ വേണ്ട സഹോദര അത് വെച്ചേക്കോ, നിങ്ങൾ എടുക്കൂ എന്ന് സന്തോഷത്തോടെ പറയുമ്പോൾ ഈ 3 രൂപയ്ക്ക് ഒരുപാട് മൂല്യമൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല. പക്ഷേ ആ 3 രൂപ കൊണ്ട് നിങ്ങൾ സമ്പാദിക്കുന്നതായിട്ടുള്ള സന്തോഷത്തിൻ്റെ തിരിച്ചു കിട്ടൽ അത് വലിയ കിട്ടലാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് അത് വലുതാണ്. ആ റെസ്പെക്റ്റ് നിങ്ങൾക്കും തിരിച്ചു കിട്ടും. എൻ്റെ ലൈഫിൽ ഒരുപാട് അത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് മൈസൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു കടയിൽ ഞങ്ങൾ പച്ചക്കറി വാങ്ങാൻ കയറി. ഞങ്ങളും പച്ചക്കറി വാങ്ങിച്ചു. അതുപോലെ തന്നെ വേറൊരു കാറ് വന്ന് നിർത്തി, അതിൽ നിന്നും കുറേ ആൾക്കാർ വന്ന് പച്ചക്കറി വാങ്ങിച്ചു. അവർ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ഓരോ പച്ചക്കറി എടുക്കുമ്പോഴും അത് നമ്മുടെ നാട്ടിൽ ഇത്ര വില, ഇവിടെ ഇത്ര വില ആണെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അവരിങ്ങനെ ആ പാവപ്പെട്ട കർഷകന്മാർ അവരുടെ ജീവിതത്തിൻ്റെ അധ്വാനം കൊണ്ട് കൊണ്ടുവച്ച പച്ചക്കറിയിൽ നിന്ന് വലിയ തുച്ഛമായിട്ടുള്ള കുറച്ച് പൈസ അവർക്ക് കിട്ടുക. നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു ദിവസത്തെ വരുമാനം പോലും ഒരു പക്ഷേ അവർക്കൊരു ദിവസം സമ്പാദിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതിൽ നമ്മുടെ നാട്ടിനേക്കാൾ എത്രയോ കുറഞ്ഞ വിലയ്ക്ക് ആ കൃഷി സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ അതിലും കുറയ്ക്കാൻ വേണ്ടി വാദിച്ച് അവസാനം വരുമ്പോൾ ഈ പച്ചക്കറി വാങ്ങിക്കാൻ ആൾക്കാർ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ചില്ലിക്കാശ് പോലും അവർക്കൊരു സാധനം പോലും എക്സ്ട്രാ കൊടുക്കാതെ അക്യൂറേറ്റ് കണക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഇതേ ഷോപ്പിൽ ഞങ്ങളും ഒരു ഗ്രൂപ്പ് സിസ്റ്റർമാർ പോയിട്ട് പച്ചക്കറി വാങ്ങിച്ചു. പച്ചക്കറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർക്കാറുണ്ട് കർഷകൻ്റെ അധ്വാനം. ഒരു എത്ര നാളത്തെ അധ്വാനം കൊണ്ടായിരിക്കും അറിയോ ഒരു തക്കാളിയും ഇന്ന് 1-2 കിലോ തക്കാളി കിട്ടുക. അതൊന്നിച്ച് കിട്ടുമോ? അതുമില്ല. ഒരുപാട് തക്കാളി ഉണ്ടായിട്ട് വേണ്ടി ഒരു 10 കിലോ തക്കാളി കിട്ടാനായിട്ട്. ആ വിൽക്കാൻ കിട്ടുന്ന തക്കാളിക്ക് നമ്മളൊരു 10 രൂപ വില പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ അധ്വാനത്തിന് എന്ത് വിലയാണല്ലേ. അതുകൊണ്ട് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള കർഷകന്മാർ എന്ത് വില ചോദിച്ചാലും അതിൽ കുറച്ച് കൂടുതലേ കൊടുക്കാറുള്ളൂ, കുറച്ച് ഞാൻ ഒരിക്കലും കൊടുക്കാറില്ല. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കർഷകരെടുത്ത് അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കച്ചവടക്കാരെടുത്തൊന്നും ഒരിക്കലും നമ്മൾ പേശിപ്പിണങ്ങാൻ പോകരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ പോവുക. അപ്പോൾ സമ്പന്നതയുടെ ഹൃദയം അവിടെ നിങ്ങൾ ഓപ്പണാക്കുക. അവർ 10 രൂപ പറഞ്ഞാൽ ഓക്കെ 10 രൂപയ്ക്ക്. അത് കഴിഞ്ഞ ശേഷം ഒരു 50 രൂപ എക്സ്ട്രാ ഉണ്ടായപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ വലിയ ബെഹൻജി പറഞ്ഞു, സാരല്ല ബ്രദറെ അത് നിങ്ങൾ വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, അയ്യോ നിങ്ങൾ ഞങ്ങൾക്ക് ഇത്രയും തന്നു കഴിഞ്ഞു, അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു 3 കിലോ തക്കാളി എടുത്തിട്ട് ഞങ്ങളുടെ വക നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് തന്നു. നോക്കൂ, സന്തോഷത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ. പലപ്പോഴും ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സമ്പന്നത സമൃദ്ധിയുണ്ടത് വലിയ സുഖം തരുന്ന സാധനമാണ്. അതുകൊണ്ട് കൊടുക്കാനായിട്ട് തുടങ്ങണം, അപ്പോഴേ നമ്മുടെ അടുത്തേക്ക് വരൂ. പിന്നൊരു കാര്യം, എല്ലാ ദിവസവും ഒരു ദിവസം ആഹാരം കഴിച്ചിട്ട് എല്ലാ ദിവസത്തേക്കും ആരോഗ്യം ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഓറ വല്ലപ്പോഴും അല്ല ക്ലീൻ ചെയ്യേണ്ടത്, ഡെയിലി ക്ലീൻ ചെയ്യണം. ഞാൻ BK ഷീബയിൽ തന്നെ ഓറ ക്ലീനിങ് മെഡിറ്റേഷൻ എന്നൊരു മെഡിറ്റേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അത് ചെയ്താൽ ഒരു പരിധി വരെ അന്നത്തെ കർമ്മങ്ങൾ കൊണ്ട് വാക്കുകൊണ്ട് സങ്കല്പങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഓറയിൽ കയറിക്കൂടിയതായിരിക്കുന്ന ഒരുപാട് നെഗറ്റിവിറ്റീനെ ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓറ പവർഫുൾ ആക്കാനും പല കാര്യങ്ങളോടും പോസിറ്റീവായി പ്രതികരിക്കാനുള്ളതായിരിക്കുന്ന ശക്തി നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുക. ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏറ്റവും പോസിറ്റീവായിരിക്കുന്ന പവർഫുള്ളായ സംഘം സത്സംഗം, അത് ഭഗവാന്റെ അടുത്ത് നിന്ന് കിട്ടുന്നതായിരിക്കുന്ന സംഘമാണ്. സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈശ്വര വിശ്വവിദ്യാലയത്തിൽ പോകൂ. സ്വയം പരമാത്മാവ് നിങ്ങൾക്ക് ടീച്ചറായി പഠിപ്പിക്കുന്ന 1 hour ക്ലാസ് ഡെയിലി അവൈലബിൾ ആണ് അവിടെ. ഈശ്വരൻ്റെ
മഹാവാക്യത്തിൽ സത്വമായുള്ള സംഘത്തിൽ ഭഗവാനുമായുള്ള സത്സംഗത്തിലൂടെ നിങ്ങൾക്ക് ഊർജ്ജം നിറയ്ക്കാൻ സാധിക്കും. മറ്റൊന്ന്, നല്ല ആളുകളുടെ സംഘം, പോസിറ്റീവായി മാറാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ സംഘം, അതും നിങ്ങൾക്ക് ഊർജ്ജം തരും. ഡെയിലി ലൈഫിലും അതെ. ഏതൊക്കെ ആളുകളാണോ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ പറയുമ്പോൾ, സന്തോഷം പറയുമ്പോൾ മുന്നിൽ നിന്ന് ചിരിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്നവർ നിങ്ങൾക്കറിയാമെങ്കിൽ അത്തരം ആളുകളുമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പങ്കുവെക്കാതിരിക്കുക. പിന്നെ ഒന്ന്, സങ്കടം തന്നെ സങ്കടം കാണുമ്പോഴൊക്കെ പരാതി പറയുന്ന ആളുകളുടെ സംഘത്തിലേക്ക് പരമാവധി പോവാതിരിക്കുക. നമ്മൾ നേടിയെടുത്തിട്ടാണ് അവർ പറയുന്നതെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം, നേടാതെയാണ് പറയുന്നതെങ്കിൽ നിങ്ങളെ കൂടെ താഴ്ത്തുകയുള്ളൂ. അതുകൊണ്ട് നല്ല സംഘം വളരെ അത്യാവശ്യമാണ്. ഡെയിലി നിങ്ങൾ ആരുടെയൊക്കെ കൂടെ ജീവിക്കുന്നു ആ 5 ആളുകളുടെ പ്രഭാവം തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സംഘത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, മനസ്സിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതായിരിക്കുന്ന ഓരോ സങ്കല്പവും അതൊരു സങ്കല്പല്ല, വൈബ്രേഷൻ്റെ പ്രസരണമാണെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, മെൻ്റൽ ക്ലീനിങ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. മൂന്നാമത്തെ, അതിൻ്റെ എംബോഡിമെൻ്റ് ആയിട്ട് ധനത്തിൻ്റെ ഒരു സമ്പന്നൻ്റെ പ്രതീകമായിക്കൊണ്ട് ജീവിക്കാനായിട്ട് തുടങ്ങണം. നാലാമത്തെ കാര്യം, കൊടുക്കാനായിട്ട് തുടങ്ങണം. അഞ്ചാമത്തെ കാര്യം, ഡെയിലി ഓറ ക്ലീനിങ് ചെയ്യണം. ആറാമത്തെ, സത്സംഗത്തിൽ ശ്രദ്ധിക്കണം. ഈ 6 സ്റ്റെപ്പ് റെഗുലറായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ഓറ പവർഫുൾ ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അത് പുറപ്പെടുവിക്കുന്ന പ്രകമ്പനങ്ങൾ ധനത്തിൻ്റെ പ്രകമ്പനങ്ങളുമായിട്ട് നിങ്ങളുടെ ഫ്രീക്വൻസിയും ധനത്തിൻ്റെ ഫ്രീക്വൻസിയും സെയിം ആയി തീരും. വളരെ പെട്ടെന്ന് ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.